എവരിവൺ. ഞാനിന്ന് കോട്ടയം മാർസ്ലീവ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവാണ്. നല്ല ഹാപ്പി ആയിട്ടാണ് മടങ്ങുന്നത്. എന്ന് വെച്ചാൽ ഒരു 80% നമുക്ക് റിക്കവർ ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് സമയമെടുക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. പക്ഷെ എന്നാലും ഇപ്പോൾ നടുവേദന കുറവുണ്ട്. പിന്നെ നമുക്ക് RA ഫാക്ടർ എനിക്ക് 221 ആയിരുന്നു, അതിപ്പോൾ 119 ആയി കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ എല്ലാ ജോയിൻസിലും നല്ല ഇൻഫ്ലമേഷൻ ആയിട്ട് വരുന്ന സമയത്ത് അതൊക്കെ നന്നായി കുറഞ്ഞിട്ടുണ്ട്, നല്ല റിക്കവറി ആയിട്ടുണ്ട്. അപ്പോൾ നടുവേദന നന്നായി മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ്, പിന്നെ ഇവിടുത്തെ എല്ലാം നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ട്രീറ്റ്മെൻറ്റ് നല്ല സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഡോക്ടർമാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ നിങ്ങളോട്, കൃഷ്ണപ്രിയ മാം, വിഷ്ണുമോഹൻ സാറൊക്കെ ദൈവങ്ങളെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് അത്രയും നല്ലൊരു എന്താ പറയുക, നല്ലൊരു കെയറിങ് ആയിരുന്നു. അതുപോലെ ഡോക്ടർ നന്ദി സാർ, മേഘന മാം, പിന്നെ ഇവിടുത്തെ തെറാപ്പിസ്റ്റുകൾ, സിസ്റ്റേഴ്സ് എല്ലാവരും നല്ല എന്താ പറയുക, നല്ല കെയറിങ് ആണ്. നമ്മളോട് ഓരോന്ന് നമ്മൾക്ക് ചെയ്യുമ്പോൾ വേദനയുണ്ടോ വിഷമമുണ്ടോ അങ്ങനെ ചെയ്യണോ, ഇങ്ങനെ നമ്മളുടെ ഇതനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. നമുക്ക് ഓരോന്നും ചെയ്തു തരുന്നത് നമ്മൾക്ക് എങ്ങനെയാണ് കംഫർട്ട്, നമ്മളോട് ചോദിച്ചിട്ട് നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടോ, അങ്ങനെ അത്രയും ഒരു കെയറിങ് എനിക്ക് വേറെ എവിടെയും കിട്ടിയിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ റൂം സർവീസും കാര്യങ്ങളൊക്കെ, ഫുഡും ഒക്കെ. എനിക്ക് ഇവിടെ നാച്ചുറോപ്പതിയാണ് നമ്മൾ ചെയ്തത്. എനിക്ക് ഫുഡ് അതായിരുന്നു. പിന്നെ എൻ്റെ മെഡിസിന് നാച്ചുറോപ്പതി മെഡിസിൻസാണ് തരുന്നത്. അതിൻ്റെ കൂടെ ആയുർവേദവും അക്യുപഞ്ചറും കൂടെ കുറച്ചിങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയുകയാണ് വീണ്ടും വീണ്ടും, എന്തെങ്കിലും ഒക്കെ ആർക്കെങ്കിലുമൊക്കെ തുടക്കത്തിലേ മാറ്റിക്കളയാൻ നോക്കാം. എൻ്റെ പോലെ വെച്ചിരുന്നിട്ട് ഇങ്ങനെ രോഗം കുറേ മൂർച്ഛിക്കുന്നതിനേക്കാളും നല്ലത് എപ്പോഴും എത്രയും തുടക്കത്തിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് സക്സസ് ആവും. അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ എനിക്ക് ഇത്രയും വൈകിയ വേളയിൽ വന്നിട്ടായാലും ഞാൻ ഇപ്പോൾ ഒരു എന്താ പറയുക, നല്ലൊരു സാറ്റിസ്ഫൈഡാണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ. നിങ്ങളും അതുപോലെ. ഇനിയിപ്പോൾ കുറേ ഫുഡുകൾ കഴിക്കാൻ പാടില്ല, കുറേ ഫുഡ് അങ്ങനെ നല്ല കഴിക്കേണ്ട ഫുഡുകൾ എന്തൊക്കെയാണ് ഒക്കെ ലിസ്റ്റ് സാർ തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ മാറ്റങ്ങളുണ്ടാവും. പിന്നെ ഞാൻ ഇത്ര നാളും അങ്ങനെ ഫുഡിലൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. എന്താ പറയുക, ഈ ഇപ്പം എൻ്റെ അസുഖത്തിന് ചില ഫുഡ് കഴിക്കാൻ പാടില്ല അങ്ങനെയൊന്നും നമ്മളോട് ഒരു ഡോക്ടേഴ്സും പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പിന്നെ അതൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുമില്ല. അപ്പോൾ ഇപ്പോഴാണ് അവരൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഞാൻ അതുപോലെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും വ്യത്യാസങ്ങളുണ്ടായിരിക്കും. അപ്പോൾ താങ്ക് യു മാർസ്ലീവ, താങ്ക് യു മൈ ഡോക്ടേഴ്സ്. പിന്നെ എന്താ പറയുക, ഇവിടുത്തെ എല്ലാ തെറാപ്പിസ്റ്റുകൾ, സിസ്റ്റേഴ്സിനൊക്കെ താങ്ക്സ്. എല്ലാവരോടും ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. നല്ല കംഫർട്ടായിരുന്നു ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ എല്ലാവരോടും നീ വീണ്ടും ഇവിടെ കിടന്ന പോലെ തന്നെ വീട്ടിൽ പോയിട്ട് നല്ല റെസ്റ്റ് എടുത്തിട്ട് ഇരിക്കണം. പിന്നെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ഒരു എനർജി, എന്തായാലും ഒരു പോസിറ്റീവ് മൈൻഡ് എനിക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വരുന്ന സമയത്ത് അതല്ലായിരുന്നു. അപ്പോൾ ഞാനത് വന്ന ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ, അപ്പോൾ നിങ്ങൾ കണ്ടിരുന്നല്ലോ. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയാണ് വീണ്ടും വീണ്ടും, എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ പെട്ടെന്നേ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത് മാറ്റിക്കളയാൻ നോക്കാം. എൻ്റെ അനുഭവം വെച്ച് പറയാണ്, ഞാൻ ഇങ്ങനെ കൊണ്ട് നടന്നിട്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് എനിക്ക് വന്നത്. അപ്പോൾ വീണ്ടും വീണ്ടും താങ്ക് യു മാർസ്ലീവ, ഡോക്ടേഴ്സ്, എല്ലാവരോടും വീണ്ടും വീണ്ടും താങ്ക്സ് പറയാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ക്ലോസ്. ഇനി റെസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി ഉഷാറൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും പഴയ പോലെ റീൽസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും.